ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾക്കെല്ലാവർക്കും ഇബിനൂസ് വേൾഡിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങളെല്ലാവരും ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും എന്താണ് ഈ ഫ്രൂട്ട്സൊക്കെ കാണിക്കുന്നതെന്നല്ലേ? അതെ, നമ്മൾ തമ്പനയിലിൽ കണ്ടതുപോലെ തന്നെ ഒരു തനിനാടൻ ഫ്രൂട്ട് സലാഡാണ് ഇന്ന് റെഡിയാക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ഓർക്കും ഫ്രൂട്ട് സലാഡിൽ എന്താ നാടനും ഫോറിനും അങ്ങനെയൊക്കെ ഉണ്ടോ എന്നല്ലേ? അതെ, നമ്മൾ കസ്റ്റാർഡ് ഒന്നും ചേർക്കാതെ വളരെ സിമ്പിളായിട്ടും വലിയ ആഡംബരങ്ങളൊന്നും ഇല്ലാത്തതുമായൊരു ഫ്രൂട്ട് സലാഡാണ്. നമ്മൾക്ക് അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് ഫ്രൂട്ട്സും പിന്നെ കുറച്ച് ഐസ്ക്രീമും മാത്രം ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ഫ്രൂട്ട് സലാഡ്. അപ്പം നമുക്കത് എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. ഞാനിപ്പോൾ അതിനായിട്ട് ഇവിടെ കുറച്ച് തണ്ണിമത്തങ്ങയും അതുപോലെ ഒരു ചെറിയ പൈനാപ്പിളും ഒരാപ്പിളും പിന്നെ ഒരു പഴവും പിന്നെ ഒരു പഴുത്ത മാങ്ങയും ഒക്കെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ കൂടുതൽ ഫ്രൂട്ട്സ് നിങ്ങളുടെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ഉപയോഗിക്കാം. പിന്നെ ഞാനിവിടെ കുറച്ച് ഈന്തപ്പഴവും കൂടി എടുത്തിട്ടുണ്ട്. അതും ഓപ്ഷണലാണ്, നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി. പിന്നെ നമുക്ക് വേണ്ടത് ഐസ്ക്രീമാണ്. അപ്പോൾ അത് വാനില ഫ്ലേവറുള്ള ഐസ്ക്രീം തന്നെ എടുക്കുക. ചോക്ലേറ്റോ സ്ട്രോബെറി ടേസ്റ്റ് ഉള്ളതൊന്നും എടുക്കാതിരിക്കുക. അപ്പോൾ നമുക്ക് ആദ്യം ഈ ഫ്രൂട്ട്സ് എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ ഇവിടെ തണ്ണിമത്തങ്ങയും മാങ്ങയും അതുപോലെ തന്നെ പഴവും ആപ്പിളും പൈനാപ്പിളും എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സൈസിലാണ് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഇനി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ പൈനാപ്പിൾ ഒന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. കുറച്ച് പഞ്ചസാരയും കുറച്ച് വെള്ളവും ഒഴിച്ച് നമ്മൾ ഈ പൈനാപ്പിൾ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് ഈ പൈനാപ്പിൾ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് നമുക്ക് നിൽക്കത്തക്ക രീതിയിലുള്ള വെള്ളം മതി. എന്നിട്ട് ഇതിലേക്ക് ഞാൻ ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. 4 ടേബിൾ സ്പൂൺ ആണ്. അതുപോലെ പൈനാപ്പിളിന് നല്ല പുളിയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി പഞ്ചസാര ചേർത്ത് കൊടുക്കാം. മധുരമാണെങ്കിൽ അതുപോലെ പഞ്ചസാര കുറച്ചും കൊടുക്കാം. എന്നിട്ട് നമ്മളിത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം അടുപ്പിൽ വെച്ചൊന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിപ്പോൾ പൈനാപ്പിൾ ഒന്ന് വേവിക്കാനായിട്ട് അടുപ്പിൽ വെച്ചിട്ടുള്ളതാണ്. ലോ ഫ്ലെയിമിൽ വെച്ച് വേണം നമുക്ക് ഈ പൈനാപ്പിൾ ഒന്ന് വേവിച്ചെടുക്കാൻ. അപ്പോൾ പൈനാപ്പിൾ ഒന്ന് വെന്ത് വെള്ളമൊക്കെ ഒന്ന് വറ്റി വരട്ടെ. അപ്പോൾ ഇനി നമ്മൾ ഒരു പാത്രം എടുത്തിട്ട് നമ്മൾ ആ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള എല്ലാ ഫ്രൂട്ട്സും കൂടെ ഒരുമിച്ചിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് ഫ്രിഡ്ജിലൊന്ന് വെച്ച് തണുപ്പിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് ഞാൻ തണ്ണിമത്തങ്ങയും മാങ്ങായും പഴവും ആപ്പിളും എല്ലാം കൂടെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിത് അടച്ച് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ പൈനാപ്പിൾ ഒന്ന് വെന്ത് വരുന്നുണ്ട്. കുറച്ചും കൂടെ വെള്ളം വറ്റിയതിന് ശേഷം നമുക്കിത് ഇറക്കാം. അപ്പോൾ ഇപ്പം നന്നായിട്ട് വെള്ളമൊക്കെ പറ്റി ഈ ഒരു പരുവം ആകുമ്പോഴത്തേക്കിന് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. എന്നിട്ട് നമുക്ക് ഈ പൈനാപ്പിൾ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് പുറത്തിരുന്ന് കുറച്ച് നേരം തണുത്തിട്ട് നമ്മൾ വീണ്ടും അത് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ടൊന്നുകൂടെ ഒന്ന് തണുപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ പൈനാപ്പിൾ വെന്തത് കുറച്ച് നേരം ഒന്ന് ചൂടാറിയതിന് ശേഷം നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കാം. അപ്പോൾ ഇപ്പോൾ നമ്മളുടെ പൈനാപ്പിൾ വെന്തതൊക്കെ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ കഴിക്കാൻ തന്നെ നല്ലൊരു ടേസ്റ്റാണ്. നല്ല തേൻ പോലെ നമ്മുടെ പൈനാപ്പിൾ റെഡിയായി വന്നിട്ടുണ്ട്. അതുപോലെ ഫ്രൂട്ട്സും തണുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഫ്രൂട്ട് സലാഡ് റെഡിയാക്കാം. അതിന് ഞാനൊരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആദ്യം നമ്മൾ ഈ വെന്ത പൈനാപ്പിൾ കുറച്ചിട്ട് കൊടുക്കുക. ഇനി അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കുക. ഇനി അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കുറച്ച് ഐസ്ക്രീം വെച്ച് കൊടുക്കാം. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ആ പൈനാപ്പിൾ വെന്ത ആ ഒരു വെള്ളം ഉണ്ടല്ലോ അത് നമ്മൾ ഒഴിച്ചു കൊടുക്കുക, ആ ഷുഗർ സിറപ്പ്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് വീണ്ടും ഫ്രൂട്ട്സ് വെച്ച് കൊടുക്കുക. ഇനി അതിൻ്റെ മുകളിലേക്ക് നമ്മൾ വീണ്ടും ഐസ്ക്രീം വെച്ച് കൊടുക്കുക. ഇനി നമ്മൾ കുറച്ച് ഈന്തപ്പഴം എടുത്തിട്ടുണ്ടല്ലോ അത് കുറച്ചൊന്ന് വെച്ച് കൊടുക്കുക.
ഇനി ഈ ഐസ്ക്രീമിൻ്റെ മുകളിലേക്ക് 2-3 ഫ്രൂട്ട്സൊക്കെ ഒന്ന് വെച്ച് കൊടുത്ത് ജസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളതും നല്ല നാടനായിട്ടുള്ളതുമായ നമ്മുടെ ഫ്രൂട്ട് സലാഡ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ആ പൈനാപ്പിൾ വെന്ത വെള്ളമാണ് നമ്മളുടെ ഈ ഒരു ഫ്രൂട്ട് സലാഡിൻ്റെ ഏറ്റവും ടേസ്റ്റ് കൊടുക്കുന്നത് ഈ ഫ്രൂട്ട് സലാഡിന്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ വീട്ടിലുള്ള അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് നല്ല അടിപൊളി ടേസ്റ്റിലൊരു ഫ്രൂട്ട് സലാഡ് റെഡിയാക്കാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. പിന്നെ ഇതുവരെ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്കിനി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്